3-ാം അധ്യായം. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോന്യരും ബാൽഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലബാനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. മോശെ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെക്കൊണ്ട് ഇസ്രയേലിനെ പരീക്ഷിച്ചറിവാനായിരുന്നു ഇവരെ വച്ചിരുന്നത്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രയേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്ത് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ രിശാഥയീമിന് വിറ്റുകളഞ്ഞു. ഇസ്രയേൽ മക്കൾ കൂശൻ രിശാഥയീമിനെ 8 സംവത്സരം സേവിച്ചു. എന്നാൽ ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നീയേലിനെ ഇസ്രയേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രയേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറെ യഹോവ മെസൊപ്പൊത്താമ്യയിലെ രാജാവായ കുശൻ രിശാഥയീമിനെ അവന്റെ കൈയിലേൽപ്പിച്ചു. അവൻ കുശൻ രിശാഥയീമിനെ ജയിച്ചു. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. കെനസിന്റെ മകനായ ഒത്നീയേൽ മരിച്ച ശേഷം ഇസ്രയേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുക കൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രയേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമ്മോന്യരെയും അമാലേക്യരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. അവർ ഈന്തപ്പട്ടണവും കൈവശമാക്കി. അങ്ങനെ ഇസ്രയേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീന്യനായ ഗേരയുടെ മകനായി ഇടംകയ്യനായ ഏഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവന്റെ കൈവശം ഇസ്രയേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ ഏഹൂദ് ഇരുവായ്ത്തലയും 1 മുഴം നീളവുമുള്ള ഒരു ചുരികയുണ്ടാക്കി. അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടയ്ക്കു കെട്ടി. അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടുചെന്നു. എഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവനായിരുന്നു. കാഴ്ച വെച്ചു കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നുകൊണ്ടുവന്നവരെ അവൻ അയച്ചുകളഞ്ഞു. എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്നു. രാജാവേ, എനിക്ക് ഒരു സ്വകാര്യമുണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്ക എന്ന് അവൻ പറഞ്ഞു. ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ടു പുറത്തുപോയി. ഏഹൂദ് അടുത്തു ചെന്നു. എന്നാൽ അവൻ തന്റെ ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാനുണ്ടെന്ന് ഏഹൂദ് പറഞ്ഞു. ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നാറെ ഏഹൂദ് ഇടം കൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവന്റെ വയറ്റിൽ കുത്തിക്കടത്തി. അലകോടുകൂടെ പിടിയും അകത്തു ചെന്നു. അവന്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കായകയാൽ മേധസ് അലകിന്മേൽ പൊതിഞ്ഞടഞ്ഞു. അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു. പിന്നെ ഏഹൂദ് പൂമുഖത്ത് ഇറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. അവൻ പുറത്ത് ഇറങ്ങിയ ശേഷം എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു. അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിന് ഇരിക്കയായിരിക്കും എന്ന് അവർ പറഞ്ഞു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവൻ മുറിയുടെ വാതിൽ തുറക്കായകൊണ്ട് അവർ താക്കോലെടുത്തു തുറന്നു. തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ യഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സെയീരയിൽ ചെന്നു ചേർന്നു. അവിടെ എത്തിയ ശേഷം അവൻ എഫ്രയീം പർവ്വതത്തിൽ കാഹളമൂതി. ഇസ്രയേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. അവൻ അവർക്ക് നായകനായി. അവൻ അവരോട്, എന്റെ പിന്നാലെ വരുവിൻ. ശത്രുക്കളായ മോവാബ്യരെ യഹോവ നിങ്ങളുടെ കൈയിലേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. അവർ ആ സമയം മോവാബ്യരിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞു. അവരെല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു. ഒരുത്തനും ചാടിപ്പോയില്ല. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രയേലിന് കീഴടങ്ങി. ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥതയുണ്ടാകുകയും ചെയ്തു. അവന്റെ ശേഷം അനാത്തിന്റെ മകനായ ശംഗർ എഴുന്നേറ്റു. അവൻ ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്നു. അവനും ഇസ്രയേലിനെ രക്ഷിച്ചു.